നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണൻ രാജേന്ദ്രൻ, പൾമണറി മെഡിസിനിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആസ്മയെക്കുറിച്ചാണ്. ലോക ആസ്മ ദിനമാണ് ഈ മെയ് 5-ാം തീയതി. ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു തരം അലർജിയാണ്. നമ്മുടെ ശ്വാസനാളികളെയാണ് അത് പ്രധാനമായിട്ടും ബാധിക്കുക. അപ്പോൾ ശ്വാസനാളികളിൽ ചുറ്റുമുള്ള മസിലുകളെയും ശ്വാസനാളികളുടെ കോശങ്ങളെയാണ് ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും അവയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തോടുള്ള അലർജി ആയിരിക്കാം, ഒരുപക്ഷെ പൊടിയായിരിക്കാം, പുകയായിരിക്കാം, തണുപ്പായിരിക്കാം. എന്തെങ്കിലും ഒരു ഇതിന് നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ശ്വാസനാളികളിൽ അത് ചുരുക്കം ഉണ്ടാക്കുകയും ശ്വാസം എടുത്തുവിടാനുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അത് കാരണമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലർജി ആയതുകൊണ്ട് തന്നെ ഈ ശ്വാസമുട്ടിൻ്റെ കൂടെ തന്നെ മുകളിലേക്കുള്ള അലർജികൾ, അതായത് മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും ഭാഗത്തുള്ള അലർജികളും ഇതിൻ്റെ കൂടെ പലപ്പോഴും ഉണ്ടായേക്കാം. അതായത് പൊടി അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിക്കുമ്പോൾ തുമ്മൽ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, കണ്ണിയൊടിച്ചിൽ എന്നിവയൊക്കെ, സൈനസൈറ്റിസ്, ഇതെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായേക്കാം. ഇതെല്ലാം ഒരാൾക്ക് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഇതെല്ലാം ഒരേ അസുഖത്തിൻ്റെ പല പല മാനിഫെസ്റ്റേഷനുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ആസ്മ വരുന്നത് എന്നുള്ളത്, പല ആൾക്കാരിലും അത് ജനിതകമായിട്ടുണ്ടാവുന്നതാണ്. കുടുംബത്തിൽ തന്നെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ആസ്മയുടെ സിംറ്റംസൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ജനറ്റിക് ആയിട്ടുള്ള അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആസ്മയിൽ കാണാറുണ്ട്. പിന്നെ ജീവിത സാഹചര്യം കാരണം തന്നെ പൊടിയോടെയോ പുകയോടെയോ എക്സ്പോഷറുള്ള ആൾക്കാർക്കോ ആസ്മ ഭാവിയിൽ ഒരു ലേറ്റ് ഓൺസെറ്റ് ആസ്മ പോലെ ചിലവർക്ക് വരാറുണ്ട്. ചിലവർക്ക് കോവിഡ് അനന്തരം മുമ്പൊന്നും ആസ്മ ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ ആസ്മ, അല്ലെങ്കിൽ കോവിഡിന് ശേഷം അലർജി, തുമ്മൽ, സൈനസൈറ്റിസ്, അതിൻ്റെ കൂടെ തന്നെ കുറുങ്ങൽ എന്നിങ്ങനെയും കാണാറുണ്ട്. പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചുമ, കഫക്കെട്ട്, കുറുങ്ങൽ, അതായത് ഒരു വിസിൽ വിളിക്കുന്ന പോലെയുള്ള ശബ്ദം തന്നെ ശരിക്കും പുറത്തേക്ക് കേൾക്കാം. പിന്നെ നടക്കുമ്പോഴുള്ള കിതപ്പ്, ശ്വാസതടസ്സം. അതും കൂടുതലായിട്ടും രാത്രി കാലങ്ങളിലാണ് കാണാറ്. അതിൻ്റെ ഒപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ അലർജി ആയിട്ടുള്ള മുകളിലത്തെ അലർജി പോലെ തുമ്മൽ, മൂക്കടപ്പ്, കണ്ണുവെച്ചിൽ എന്നിങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഒ പിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കുറുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു പ്രൊഫഷണലി അത് ആസ്മ എന്ന് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ PFT എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ചെയ്യും. ശ്വാസനാളികളുടെ കപ്പാസിറ്റി അറിയാനുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്. ഊതിപ്പരിശോധന എന്ന് പറയും മലയാളത്തിൽ പറയുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം അതിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഊതിപ്പരിശോധന ചെയ്തിട്ട് പിന്നെ നമ്മളൊരു മരുന്ന് കൊടുത്തിട്ട്, അതായത് നെബുലൈസേഷൻ ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ PFT ചെയ്യും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആസ്മ എന്ന് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചികിത്സ എങ്ങനെ വരുന്നു എന്നുള്ളത്, ആസ്മയ്ക്ക് ഇൻഹെയിലർ അല്ലെങ്കിൽ നെബുലൈസേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നൽകി വരുന്നത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ചികിത്സ. സ്റ്റിറോയിഡ് അടങ്ങിയ ഇൻഹെയിലർ അല്ലെങ്കിൽ നെബുലൈസേഷൻ, അത് കുട്ടികൾക്കും പ്രായം ആയുള്ളവർക്കും ഒക്കെ ഇത് തന്നെയാണ്. ഇൻഹെയിലറാണ് അതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഇൻഹെയിലർ അല്ലെങ്കിൽ നെബുലൈസേഷൻ. അപ്പോൾ അത് ഇൻഹെയിലറുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പലർക്കും അത് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക വരാറുണ്ട്. ഇൻഹെയിലറുകൾക്ക് അഡിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായ ഡോസിൽ, കൃത്യമായ അളവിൽ, പറഞ്ഞ കാലഘട്ടത്തിൽ ആ ഒരു ഡ്യൂറേഷനിൽ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആസ്മ പോലുള്ള അസുഖങ്ങൾ, ശ്വാസനാളികൾക്ക് ചുരുക്കം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിൽ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, ചിലർക്ക് പൊടിയാവാം, പുകയാവാം, ചിലർക്ക് ചില സ്മെല്ലായിരിക്കാം, ചിലർക്ക് ഭക്ഷണങ്ങളായിരിക്കാം, എന്നിങ്ങനെയുള്ള സാധനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക. അങ്ങനെയാണ് അലർജിക് ട്രിഗേഴ്സ് നമുക്ക് ഒരു പരിധിവരെ നല്ലോണം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആസ്മ എന്നുള്ളൊരു അസുഖം നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അത് ഏറ്റക്കുറച്ചിലുകളുള്ള അസുഖമാണ്. ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പനിയോ ജലദോഷമോ വീട്ടിലാർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും കഫക്കെട്ടോ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീസൺ കാലാവസ്ഥ മാറുമ്പോൾ, അല്ലെങ്കിൽ പൊടിയോടോ പുകയോടോ ഉള്ള എക്സ്പോഷർ വരുമ്പോൾ ഇത് ഫ്ലെയർ അപ്പ് ചെയ്യും. പിന്നെ അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അത് നോർമലാവും. പിന്നെ വേറൊരു എപ്പിസോഡ് ഇതേപോലെ ഈ പറഞ്ഞ ഇതിനോടൊക്കെ എക്സ്പോഷർ വരുമ്പോഴാണ് വരിക. അപ്പോൾ ആസ്മ ഒരു പുകവലിച്ച് വരുന്ന ശ്വാസമുട്ടിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് അപ്പോഴാണ്. അതായത് പുകവലിച്ച് വരുന്ന ശ്വാസമുട്ട് എപ്പോഴും നമുക്കതിങ്ങനെ പൊതുവേ ഒരു ബേസ് ലൈൻ ഒരു കുറുങ്ങലോ വലിവോ എപ്പോഴും ഉണ്ടാവും. അത് കൂടി വരികയാണ് കാലക്രമേണ ഉണ്ടാവുക. ആസ്മ അങ്ങനെയല്ല, എപ്പിസോഡിക്കാണ്. ഒരു അറ്റാക്ക് വരും, പിന്നെ അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കാലം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് പിന്നീട് വരികയില്ല, അല്ലെങ്കിൽ ചിലർക്ക് അതിങ്ങനെ ഈ പറഞ്ഞ പോലെ പൊടിയോടോ എക്സ്പോഷറിനോടോ ഓരോന്നിനോടൊക്കെ എക്സ്പോഷർ വരുമ്പോൾ വീണ്ടും വരാം. അങ്ങനെ എപ്പിസോഡിക്കായിട്ടാണ് കൂടുതലും നമ്മൾ ആസ്മ കാണാം. ഇത് എങ്ങനെ തടയാം എന്നുള്ളത്, മാസ്ക് ഉപയോഗിക്കുക, തണുപ്പ് കാലത്ത് നല്ല രീതിയിൽ പൊടിയുടെ അടിക്കണം അല്ലെങ്കിൽ തണുപ്പടിക്കലൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ ഇൻഹേലറുകൾ, കുറുങ്ങലുള്ളപ്പോൾ ഇൻഹേലറുകൾ അല്ലെങ്കിൽ നെബുലൈസേഷൻ കൃത്യമായ ഡോസിൽ എടുക്കുക. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇൻഹേലർ നിർത്തുന്നതിന് മുമ്പ് പൾമണോളജിസ്റ്റിനെ ആണെങ്കിൽ പൾമണോളജിസ്റ്റിനെ തന്നെ കാണുക. അത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ PFT ആവശ്യമാണെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് ആ പറഞ്ഞ ഡോസിൽ ഇൻഹേലറുകൾ ഉപയോഗിച്ച് അത് പതുക്കെ ടേപ്പർ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. പിന്നെ
ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു പ്രാണായാമ പോലത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസനാളികൾ ഒരു പരിധി വരെ അടയുന്നതും കഫക്കെട്ട് വരുന്നതും നമുക്ക് നല്ല രീതിയിൽ തടയാൻ പറ്റും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആസ്മ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അറ്റാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി ഒരാൾക്ക് വരുന്ന പോലെയല്ല വേറൊരാൾക്ക് വരുന്നത്. ചിലർക്ക് മൈൽഡായിട്ടുള്ള ആസ്മ മാത്രമായിരിക്കാം, ചെറിയ കുറുങ്ങൽ ഇൻഹേലറൊക്കെ അടിച്ചാൽ അല്ലെങ്കിൽ ഗുളികകൾ എടുത്താൽ മുഴുവനായിട്ടും മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു സിംറ്റംസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം. ചിലർക്ക് ഭയങ്കര സിവിയർ ആയിരിക്കാം, ഇൻഹേലറുകൾ അടിച്ചാലും ചിലപ്പോൾ കൺട്രോൾ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇൻഹേലർ പോരാത്തതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷനുകൾ നെബുലൈസേഷൻ എടുക്കേണ്ടതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരാൾക്ക് ആസ്മ മുഴുവനായിട്ട് ഇൻഹേലറിൽ കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ അലർജിക് ആണെന്നനുസരിച്ചിരിക്കും. ചിലർ ഭയങ്കരമായിട്ട് അലർജിക്കാണ്. അത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർക്ക് അലർജിയുടെ അല്ലെങ്കിൽ ആസ്മയിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ ഏർലി ഡയഗ്നോസിസ് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ട് ഇൻഹേലറുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇത് കൃത്യമായിട്ടുള്ള ഡോസിൽ കൃത്യമായ അളവിൽ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശിച്ച പോലെ തന്നെ എടുക്കുക. അതിനനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. നമ്മുടെ ഈ ആശുപത്രിയിൽ ആസ്മയുടേതായിട്ടുള്ള ചികിത്സകളുടെ എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആസ്മ പോലത്തെ ഈ സിംറ്റംസ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു പൾമണോളജിസ്റ്റിനെ സമീപിക്കുക. നന്ദി, നമസ്കാരം.